എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നൈസ് പത്തിരിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഞാൻ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പല രീതിയിൽ പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടും അതുപോലെ പെർഫെക്റ്റായിട്ടും കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പത്തിരി പൊടി കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിവിടെ 3 കപ്പ് വെള്ളമാണ് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കപ്പ് പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇത് അടച്ചൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കണം. അപ്പം കൈ പൊള്ളും എന്നുള്ളവർ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളമോ എണ്ണയോ തടവിയിട്ട് നമ്മൾ പറ്റുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. പക്ഷേ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് പത്തിരി നന്നായിട്ട് പരത്താനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൈവച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുനാരങ്ങ വലിപ്പമുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 21 ഉരുളകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നൈസായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരി പ്രസ്സിലാണ്. അപ്പോൾ ഒരു പ്രസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫോയിലൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പ്രസ് ചെയ്തെടുക്കാം. പ്രസ്സില്ലാത്തവർക്ക് ചപ്പാത്തി പലക എടുക്കാവുന്നതാണ്. പക്ഷേ ചപ്പാത്തി പലക കാട്ടിലൊന്നുകൂടെ നല്ലതിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ പ്രസ്സും ചപ്പാത്തി പലകയും പറ്റാത്തവർ പ്ലാസ്റ്റിക് കവറിൽ അകത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കൂടുതൽ പ്രസ് ചെയ്താൽ ഒന്നുകൂടെ നൈസായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാൻ ഈ പത്തിരി ഒന്നുകൂടി ഒന്ന് പരത്തി എടുക്കാറുണ്ട്. നമ്മുടെ ചപ്പാത്തി പലകയിലിട്ട് കുറച്ച് മൈദയും കൂടെ ഒന്ന് വിതറിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി എടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ചൂടായി കിടക്കുന്ന പാനിലിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ മാറാതെ തന്നെ വൈറ്റ് കളറായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്